മലപ്പുറം ജില്ലയുടെ ചരിത്രം ഓർമ്മിപ്പിക്കേണ്ടി വന്നത് വിദ്വേഷ പരാമർശങ്ങൾ വന്നതിനാലെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജ്. വഴിക്കടവിൽ നിന്ന് മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥ നടത്തിയത് ആരെന്ന് പറയണം. വർഗീയത പറയുന്ന ചിലർക്ക് മനുഷ്യനാകാൻ കുറച്ച് സമയമെടുക്കുമെന്നും എം സ്വരാജ് പറഞ്ഞു. ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്നത് പോലെ തന്നെ ഈദ്ഗാഹുകളിലാണ് ഉള്ളത്. അദ്ദേഹം അതിൻ്റെ ഒരു തിരക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം ഇവിടെ എത്തുമ്പോൾ? എല്ലാം പോസിറ്റീവ് പ്രതികരണമല്ലേ. ആദ്യ ദിവസം തന്നെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ഇങ്ങോട്ട് ഓരോ ദിവസവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഇടതുമുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പിന്തുണയും ഐക്യദാർഢ്യവും സ്നേഹപ്രകടനങ്ങളും ഒക്കെയാണ് നാട് തന്നുകൊണ്ടിരിക്കുന്നത്. വിവാദ പരാമർശങ്ങളോ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ചർച്ചയോ ഒന്നും അവസാനിച്ചിട്ടില്ല. അവരോട് ഇന്നലെയും പറഞ്ഞു നിങ്ങൾ മനുഷ്യരാകുക എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത തോതിലുള്ള വൈറൽ കണ്ടന്റ് ഒക്കെയാണ്. പക്ഷേ അവരിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുക. അതെ, ചിലർക്ക് പെട്ടെന്ന് മനുഷ്യരാവാൻ പറ്റില്ല. അതാണ് നമുക്ക് എന്നെങ്കിലും ഒരിക്കൽ അവരൊക്കെ മനുഷ്യരായി മാറും എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് അവരുടെ ഒരു കാര്യമാണ്, നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് ഈ നാടിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. അത് യോജിപ്പിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം പെട്ടെന്നൊരു ദിവസം വന്ന് വിഷം കലക്കിയാൽ ഇല്ലാതെയാവുന്നതല്ല. അവരെ അത് കാലം ബോധ്യപ്പെടുത്തും. ഈ മറ്റു തരത്തിൽ ഈ മലയോര മേഖലയിൽ ഇപ്പോഴും വന്യജീവി പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ BJP സ്ഥാനാർത്ഥി അടക്കം അത് ഉന്നയിച്ചാണ് ഇപ്പോൾ വല്ലാത്തതുള്ള ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിൽ ഒരു തിരിച്ചടിയാവുമെന്ന് കരുതുന്നുണ്ട്. ആർക്ക് തിരിച്ചടി എന്നുള്ളതാണ് പ്രശ്നം. വന്യജീവി സംബന്ധിയായി ഉള്ള പ്രശ്നങ്ങളിൽ ബാധകമായ നിയമം വന്യജീവി സംരക്ഷണ നിയമമാണ്. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഒരു കേന്ദ്ര നിയമമാണ്. അത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്, കേരള നിയമസഭ പാസ്സാക്കിയതല്ല. മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും അവരുടെ കൃഷിക്കും സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ ഒരു പരിഗണനയും കൊടുക്കാത്തതാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം. അപ്പോൾ അത് ഭേദഗതി ചെയ്യാൻ ഉത്തരവാദിത്വം ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്കാണ്. അത് അവർ മറുപടി പറയേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UDFൻ്റെ ഒരു പ്രചാരണം ഈ മലപ്പുറം ജില്ല എന്ന തരത്തിലേക്ക് മാത്രമായി മാറിക്കഴിഞ്ഞു. ആ പ്രചാരണത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇതുവരെ അവർ തയ്യാറായിട്ടുമില്ല. അതിനെ ഇപ്പോഴും പ്രതിരോധിക്കുന്നത് മലപ്പുറം മാപ്പിളസ്ഥാൻ എന്ന് വിളിച്ചത് UDF ആണെന്ന് പറഞ്ഞിട്ടാണ്. ഇത് കേവലം ഒരു വർഗീയമായ ചർച്ചകളിലേക്ക് മാത്രം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഏത് തെരഞ്ഞെടുപ്പും നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. നാടിൻ്റെ വികസന സാധ്യതകൾ, വികസന പ്രശ്നങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, അവയുടെ നടത്തിപ്പ്, പുതിയ പദ്ധതികൾ, ഇത്തരം കാര്യങ്ങളിലാണ് ചർച്ച കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാവുക. നാടിനും ജനങ്ങൾക്കും അതാണ് ഗുണം ചെയ്യുക. പക്ഷേ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംവാദത്തിൽ ഏർപ്പെടാനുള്ള കരുത്ത് ഇല്ലാത്തത് കൊണ്ടാവാം വിദ്വേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയാണ് കുറച്ച് പേർ പുറമേ നിന്ന് വന്നിട്ട്. ആ വിദ്വേഷത്തെ ഈ നാട് മറികടക്കും. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വഴിക്കടവിൽ നിന്നും കോഴിക്കോട്ടേക്ക് മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥ നടത്തിയത് ആരാണ്? അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിന് മറുപടി പറയേണ്ടി വരും. ഞങ്ങളിത് ആരെങ്കിലും ഉന്നയിച്ചിട്ടില്ലല്ലോ. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, അതിൻ്റെ കുറ്റബോധത്തിൽ നിന്നായിരിക്കാം ഇവർ പറയുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരികയാണ്. തീർച്ചയായും അതാണ് എം സ്വരാജിന് പറയാനുള്ളത്. അദ്ദേഹം ഈദ്ഗാഹുകളിൽ, അദ്ദേഹം സ്ഥാനാർത്ഥി ആളുകളൊക്കെ കണ്ട് ഈദ്ഗാഹുകളിലേക്ക് പോവുകയാണ്. നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ മേഖലയിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ട്. ഇതുപോലുള്ള സ്വീകരണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഈ പള്ളികളുടെ പരിസരത്ത് വരെ ലഭിക്കുന്നുണ്ട്. ഷിജു ചവറയ്ക്കൊപ്പം ശ്രീകുമാരൻ, 24 നിലമ്പൂർ.